എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിഷ്ണുലാൽ സുധ. നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ തോന്നും അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പ്രതികരിക്കാറോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ റിമാർക്ക് ചെയ്യാറൊന്നുമില്ല. അത് ബേസിക്കലി ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായിട്ടും എന്നെ ടാഗ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ എന്തോ തോന്നുന്നു ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ അടുത്ത് കേട്ട കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയണം എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ആ ഒരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. വിഷയം വേറൊന്നുമല്ല, നമ്മുടെ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല പൊളിറ്റിക്കൽ പാർട്ടികളും നടത്തുന്ന ഓരോരോ റിമാർക്കുകളും അഭിപ്രായ പ്രകടനങ്ങളും അത് ശരിയാണോ അല്ലയോ എന്നുള്ളൊരു തോന്നൽ കൊണ്ട് മാത്രമാണ് ബേസിക്കലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ഞാൻ കേട്ടായിരുന്നു. അതിലൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു, അതുകൊണ്ട് ഇപ്പം കോൺഗ്രസിനായാലും CPM-നായാലും മറ്റ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികൾക്കായാലും ആ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് പങ്കെടുക്കാൻ താല്പര്യമില്ലായതുകൊണ്ട് എന്ന് പറയുന്നു. ആ അഭിപ്രായത്തോട് എനിക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. കാരണം അത് ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ വ്യക്തികളുടെ തീരുമാനമാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് നിന്ന് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ആ കമൻറ്റ് ഞാൻ ഓക്കെയാണ്. പക്ഷേ അതിനിടയിൽ കേട്ട വേറൊരു കമൻറ്റ് കണ്ടു. അതായത് ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്താണോ നിങ്ങൾ കാലുകുത്താൻ പോകുന്നത് എന്ന രീതിയിലുള്ളൊരു കമൻറ്റ് കണ്ടു. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാബറി മസ്ജിദ് പൊളിച്ചത് ശരിയാണോ തെറ്റാണോ? ഉറപ്പായിട്ടും തെറ്റാണ്. കാരണം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പള്ളി പൊളിക്കുക എന്ന് പറയുന്നത് തീർത്തും തെറ്റായ കാര്യമാണ്. അത് തെറ്റാണെന്ന് സുപ്രീം കോടതിയും അംഗീകരിച്ചൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് അമ്പലം കെട്ടിയാൽ നിങ്ങൾ അവിടെ പോകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം. അങ്ങനെയാണ് എങ്കിൽ എതിർവശത്തുള്ളവർക്കും പറയാനുള്ള അതാണ്. 500 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു മതത്തിൻ്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നത് പൊളിച്ചാണ് അവിടെ ബാബറി മസ്ജിദ് പണിതത് എന്നതാണ് അവരുടെയും വാദം. അപ്പോൾ അതേ വാദം തന്നെ നിങ്ങൾ തിരിച്ചു പറയുന്നത് എന്തുമാത്രം ലോജിക്കലാണ് എന്നെനിക്ക് അറിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെ പറയാം അന്ന് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തുമാത്രം ഉറപ്പുണ്ട്. പക്ഷേ ബാബറി മസ്ജിദ് പൊളിച്ചത് നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷേ വാദങ്ങൾ രണ്ടും ഒന്നാണ്. അപ്പോൾ അവിടെ ആ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർക്ക് അവരുടെ അമ്പലം പൊളിച്ച സ്ഥലത്താണ് ബാബറി മസ്ജിദ് വന്നത്. അപ്പോൾ ഇതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള സംഭവമാണ്. അവിടെ അങ്ങനെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നെങ്കിൽ കാരണം മുഗൾ ഇൻവേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ മുഗൾ ഇൻവേഷൻ എന്തായാലും നടന്നിട്ടുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ഭാഗമായിട്ട് അമ്പലങ്ങൾ പൊളിച്ചു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ചരിത്ര രേഖകളുണ്ട്. അപ്പോൾ പൊളിച്ച് കാണാം. പക്ഷേ ആ പൊളിച്ച അമ്പലങ്ങൾ നിന്ന സ്ഥലത്തെല്ലാം ഉള്ള പള്ളികൾ പൊളിക്കണം എന്ന ഒരു അഭിപ്രായം എനിക്കില്ല. അത് വേറെ കേസ്. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതേ വാദമാണ് എതിർ പാർട്ടികൾക്കും ഉള്ളത്. കാരണം അമ്പലം നിന്ന സ്ഥലത്ത് ആ അമ്പലം പൊളിച്ച് പള്ളി പണിതു. ഇപ്പോൾ ഉള്ള വാദം ആ പള്ളി നിന്ന സ്ഥലത്ത് പള്ളി പൊളിച്ചു അമ്പലം പണിതു. രണ്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല. അമ്പലം ഉള്ളത് പൊളിക്കുകയോ പള്ളി ഉള്ളത് പൊളിക്കുകയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ യോജിക്കാൻ കഴിയുന്ന സംഭവമല്ല. പക്ഷേ ഒരു രാജ്യത്ത് ഒരു സമാധാനത്തോടു കൂടിയുള്ളൊരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എൻഷുർ ചെയ്യേണ്ട ഒരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ രാജ്യത്തെ മനുഷ്യർ ആ രാജ്യം നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയെ അനുസരിച്ചും അല്ലെങ്കിൽ അത് പാലിച്ചും അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ അനുസരിച്ചും ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഉറപ്പായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. കാരണം ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഒരുപാട് മതങ്ങൾ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനൊരു പള്ളി പൊളിക്കുക അല്ലെങ്കിൽ ഒരു അമ്പലം പൊളിക്കുക, രണ്ടായാലും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ഏതൊരു കോൺഫ്ലിക്റ്റിനും ഏറ്റവും നല്ല പരിഹാരമാർഗ്ഗം നിർദ്ദേശിക്കേണ്ടത് കോടതിയാണ്. അങ്ങനെ അത് കോടതിയിൽ പോയി കോടതി വ്യവഹാരത്തിൽ ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിന്ന കേസിനൊടുവിൽ കോടതി ഒരു ഉത്തരവ് അല്ലെങ്കിൽ കോടതി ഒരു സൊല്യൂഷൻ പറയാണ്. ഇതാണ് നിങ്ങളുടെ സൊല്യൂഷൻ. ഇന്ന സ്ഥലത്ത് നിങ്ങൾ അമ്പലം പണിയൂ, ഇന്ന സ്ഥലത്ത് നിങ്ങൾ പള്ളി പണിയൂ. ഒരു സൊല്യൂഷൻ പറഞ്ഞു. ഈ സൊല്യൂഷൻ പറഞ്ഞതിന് ശേഷം നമ്മൾ ആ സൊല്യൂഷൻ്റെ ഭാഗമായി ഒരു അമ്പലം പണിതതിന് ശേഷം അവിടെ ഒരു റിമാർക്ക് പറയാണ്, പള്ളി നിന്നടുത്താണ് അമ്പലം പണിതത്, അവിടെ നിങ്ങൾ കാല് കുത്തുമോ എന്ന് ചോദിക്കുന്നത് അത് മോശമായിട്ടുള്ളൊരു റിമാർക്കാണെന്നാണ്. കാരണം അത് നമ്മൾ ആ കോടതി ഉത്തരവിനെ മാനിക്കുന്നില്ല എന്നൊരു ബോധ്യമാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. അത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, ഇത് കേൾക്കുന്ന ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ ഒരു മാനസിക പിരിമുറുക്കം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് കോടതി ഒരു ഉത്തരവ് വന്നു. ആ ഉത്തരവ് ഒരു പക്ഷേ അവർക്ക് അതുമായി യോജിച്ച് പോകാൻ അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ തന്നെ അവർക്ക് ഒരുപാട് സമയമെടുത്താണ്. അതൊക്കെ ഒന്ന് അംഗീകരിച്ച് അതൊക്കെ ഒന്ന് ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ റിമാർക്ക് വരെയാണ്, പള്ളി നിന്നടുത്ത് അമ്പലം കെട്ടി, അവിടെ നിങ്ങൾ കാല് കുത്തുമോ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇനി അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓരോരോ റിമാർക്കുകളും അവരെന്തുമാത്രം ഡിസ്റ്റർബ് ചെയ്യും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സമാധാനമായിട്ടുള്ള ഒരു നിലനിൽപ്പിന് അത് സഹായകമാകുമോ അല്ലയോ എന്നുകൂടി നിങ്ങൾ ചിന്തിക്കുക. എല്ലാ പാർട്ടികളും പറയുന്നത് അവർ മതേതര പാർട്ടിയാണെന്നാണ്. പക്ഷേ എല്ലാ പാർട്ടികളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ മതം എന്ന് പറയുന്ന വികാരത്തെ ചൂഷണം ചെയ്യുന്നുണ്ട്. അവരുടെ
വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അത് ചെയ്യട്ടെ, അത് കാരണം അതാണ് പൊളിറ്റിക്സ്. പക്ഷേ അങ്ങനെ ഒരു പൊളിറ്റിക്സിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില മുറിവുകൾ അത് ഉണക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. അതൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് അത് വീണ്ടും 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 ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ചിരങ്ങാവും, അത് ഭയങ്കര വേദന ഉണ്ടാക്കും. ആ വേദന നിലനിൽക്കുന്നിടത്തോളം കാലം മനസ്സമാധാനമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. ഉണ്ടായ മുറിവുകളെല്ലാം ശാശ്വതമായി ഒരുപക്ഷെ എന്നേക്കുമായിട്ട് ഉണക്കാനൊന്നും കഴിയത്തില്ലായിരിക്കും. പക്ഷേ ഒരു ഭാരതീയൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ എന്ന നിലയ്ക്ക് അത് ഉണക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നടത്തേണ്ടത്. അല്ലാതെ അത് വീണ്ടും 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 ഇട്ട് ചിരങ്ങാക്കാനല്ല. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി.